ഗൈസ്, ഇപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഐഫോൺസ് മോസ്റ്റ് സെക്യൂർ ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ ആണെന്നാണ്. ഇപ്പോൾ എവിടെ നോക്കിയാലും അതെ, ഐഫോൺസ് വേറെ ലെവലാണ്, ഐഫോണിൽ വൈറസ് വരില്ല, അതുപോലെ തന്നെ ഐഫോൺസിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്, പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് ശരി തന്നെയാണ്. ഐഫോണാണ് മോസ്റ്റ് സെക്യൂർ ആയിട്ടുള്ളൊരു സ്മാർട്ട് ഫോൺ ഡിവൈസ് എന്ന് പറയാം. അപ്പോൾ ആപ്പിൾ എന്തൊക്കെയാണ് ഈ ഐഫോൺസിൽ ഇത്ര സെക്യൂർ ആവാൻ ചെയ്ത കാര്യങ്ങൾ, അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇത് സെക്യൂർ ആവാനുള്ള കാരണം ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കമ്പോണൻസ് തന്നെയാണ്. ഫസ്റ്റ് തന്നെ ആപ്പിളിൻ്റെ സ്വന്തം ഹാർഡ്വെയർ, അതുപോലെ തന്നെ ആപ്പിളിൻ്റെ സ്വന്തം സോഫ്റ്റ്വെയറുമാണ് ഇതിനെ മെയിനായിട്ടും ആ ഒരു സെക്യൂർ ബേസ് ലെവലിൽ സെക്യൂർ ആക്കാൻ സഹായിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആൻഡ്രോയിഡ് ഡിവൈസിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പല ബ്രാൻഡ്സും പല കമ്പനിയുടെ പാർട്സ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു സ്മാർട്ട് ഫോൺ മാനുഫാക്ചർ ചെയ്യുന്നത്. ഇപ്പോൾ വൺപ്ലസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അതിനകത്തും ആൻഡ്രോയിഡ് തന്നെയാണ് വരുന്നത്. പക്ഷേ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു UI വ്യത്യാസമുണ്ട്. അത് വൺപ്ലസിൻ്റെ ഒരു കസ്റ്റം UI ആണ്, ഓക്സിജൻ നോയ്സ് എന്ന് പറഞ്ഞ UI ആണ്. ഓക്കെ, ഇനിയിപ്പോൾ സാംസങ്ങിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ആൻഡ്രോയിഡ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ സാംസങ് അവരുടെ കസ്റ്റം UI ആയിട്ടുള്ള UI ആണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാ ഡിവൈസും യൂണീക്ക് ആവുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഡെവലപ്പേഴ്സിന് കോഡ് ചെയ്ത് അതുപോലെ സെക്യൂർ ആക്കുക എന്ന് പറഞ്ഞ പരിപാടി ഇത്തിരി വിഷയമാണ്. പിന്നെ ആൻഡ്രോയിഡ് ഡിവൈസിൻ്റെ ചിപ്സെറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പല ടൈപ്പ് ചിപ്സെറ്റാണ് വരുന്നത്. ഒന്നിൽ മീഡിയടെക്കിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൻ്റെ പല മോഡൽസ് ആയിരിക്കും, അല്ലെങ്കിൽ മീഡിയടെക്കിൻ്റെ പല മോഡൽസ് ആയിരിക്കും. ഇതൊന്നും ഐഫോൺസിലൊരു വിഷയം വരുന്നില്ല. കാരണം ഐഫോൺസിൽ യൂസ് ചെയ്തിരിക്കുന്നത് ആപ്പിളിൻ്റെ തന്നെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് മെയിനായിട്ടും ഇത് സെക്യൂർ ആയിട്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ആ ഒരു OSലുള്ള കുറേ സെക്യൂർ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. അതിനു മുമ്പായിട്ട് ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് താഴെ കമൻറ്റ് ചെയ്യുക, അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഐഫോൺ സെക്യൂർ ആവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കുറേ സെക്യൂരിറ്റി ഫീച്ചേഴ്സാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു ഐഫോൺ കാണാതെ പോയെന്ന് വിചാരിക്കാം, അത് കണ്ടുപിടിക്കാനും അതുപോലെ അത് എവിടെയാണെന്നൊക്കെ പറയാൻ വേണ്ടിയുള്ളൊരു പവർഫുൾ സോഫ്റ്റ്വെയർ ഈ ഒരു ഐഫോൺസിലും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ എല്ലാ സംഭവത്തിലും വരുന്നുണ്ട്. അതാണ് ഫൈൻഡ് മൈ. ഈ ഒരു ഫൈൻഡ് മൈ കൊണ്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ എവിടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്, അതുപോലെ തന്നെ ചാർജിങ് പെർസെൻറ്റേജ്, അതുപോലെ തന്നെ നമുക്കത് റിങ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഈ ഒരു ഫൈൻഡ് മൈയിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും ആൻഡ്രോയിഡിലും ഫൈൻഡ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ശരിയാണ്, ആൻഡ്രോയിഡിലും ഇതുണ്ട്. പക്ഷേ ഒരു ആൻഡ്രോയിഡ് ഡിവൈസിലും നമ്മൾ സ്മാർട്ട് ഫോൺ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും ലൊക്കേഷൻ ഷെയർ ചെയ്യുന്ന ഒരു പരിപാടിയില്ല. ഓക്കെ, അത് ഫൈൻഡ് മൈ ആപ്പിളിൻ്റെ സംഭവത്തിൽ മാത്രമേ ഉള്ളൂ. നിങ്ങളിപ്പം ഐഫോൺ 11 മേളിലേക്കുള്ള ഡിവൈസസ് ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീച്ചർ കിട്ടുന്നതാണ്. അതായത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ, നിങ്ങളുടെ ഐഫോൺ ഓഫ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോൺ എവിടെയാണുള്ള ആ ഒരു ലൈവ് ലൊക്കേഷൻ കാണാൻ പറ്റുന്നതാണ്. പക്ഷേ ആ ഐഫോൺ തൊട്ട് താഴേക്കുള്ള ഡിവൈസസിലൊന്നും ആ ഒരു സെറ്റപ്പ് വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഐഫോൺസിൽ ആ ഒരു ഫൈൻഡ് മൈ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ഫോൺ കളഞ്ഞു പോയാൽ നിങ്ങൾ എവിടെ പോയി തപ്പും? നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ചിലപ്പം വേറെ ഏതെങ്കിലും PC അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വേറെ PC ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾ ഫൈൻഡ് മൈ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നിങ്ങളുടെ ആപ്പിൾ ID കൊടുക്കും. പക്ഷേ ഒരു പ്രശ്നം ഇവിടെ, ആപ്പിൾ ID കൊടുക്കുന്ന സമയത്ത് ഈ ആപ്പിൾ ID നല്ല സെക്യൂർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു OTP നിങ്ങളുടെ ഐഫോണിൽ വരും. ഓക്കെ, അതടിക്കാൻ നിങ്ങൾക്ക് ആ ഒരു ഐഫോൺ തന്നെ വേണം, നിങ്ങളുടെ കളഞ്ഞു പോയ ഐഫോൺ. അപ്പം ഈ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഐഫോണിൽ ആ ഒരു ഫൈൻഡ് മൈ സെറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ വേറൊരു സിസ്റ്റം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മാക്ക് ഉണ്ടെങ്കിൽ അതിൽ ആ ഒരു ഫൈൻഡ് മൈ സെറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ ആ ഒരു ഫൈൻഡ് മൈ ആപ്പിൾ ID ഒക്കെ വെച്ച് ലോഗിൻ ചെയ്ത് ഓൾറെഡി വെക്കാം. അങ്ങനെ ആ ഒരു ലോഗിൻ ചെയ്ത് നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോൺ കളഞ്ഞു പോയാലും നിങ്ങൾക്ക് അവിടെ വന്നിട്ട് കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ആ ഒരു റിക്കവറി ചെന്നിട്ട് ബാക്കപ്പ് കോഡ് അടിക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ആ ഒരു ബാക്കപ്പ് കോഡും ഐഫോണിൽ തന്നെ ആയിരിക്കും സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ഒരു ഫോൺ കളഞ്ഞു പോയാൽ കണ്ടെത്താനായിട്ട്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതൊരു വിഷയം ഫീച്ചറാണ്. ഈ ഒരു ഫീച്ചറും നല്ല രീതിയിൽ ഐഫോൺസിനെ സെക്യൂർ ചെയ്യുന്നുണ്ട്. അതാണ് സൈഡ് ലോഡിങ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. OBB ഇൻസ്റ്റാളേഷൻ അല്ലെങ്കിൽ APK, മോഡ് APK, അതുപോലെ തന്നെ അങ്ങനത്തെ സെപ്പറേറ്റ് APK ഒക്കെ നമ്മൾ ആൻഡ്രോയിഡ് ഡിവൈസിൽ ക്രോമിന്നോ വേറെ ഏതെങ്കിലും ബ്രൗസറിൽ ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ആ ഒരു പരിപാടി നമ്മുടെ ഈ ഒരു ഐഫോൺസിൽ വരുന്നില്ല. അപ്പോൾ അതാണ് ഇതിന് ഇത്ര നാളും സെക്യൂർ ആക്കിക്കൊണ്ടിരുന്നത്, ഇത്രയും നാളും. ഓക്കെ, അത് പറയാനുള്ള കാരണം ഈ വരാൻ പോകുന്ന iOS 17 ഈ ഒരു സൈഡ് ലോഡിംഗ് എന്ന് പറഞ്ഞ ഫീച്ചർ കൊടുക്കാൻ പോകുന്ന ആപ്പിൾ. അപ്പോൾ ആ ഒരു iOS 17 മുതൽ നിങ്ങൾക്ക് ആ ഒരു സോഫ്റ്റ്വെയർസ് പല ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ആ ഒരു സഫാരി ബ്രൗസറിൽ നിന്നും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫീച്ചർ വരുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ കൺഫേംഡ് ആയിട്ടില്ല, ലീക്കിൻ്റെ ബേസ്ഡാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പം മിക്കവാറും ഈ iOS 17 ഇത് വന്നേക്കാം. മൂന്നാമതായിട്ട് ഇതിനെ സെക്യൂർ ആക്കുന്നത് ഇതിൻ്റെ ആ ഒരു ലോക്ക് സ്ക്രീനിലുള്ള റെസ്ട്രിക്ഷൻസ് ആണ്. മെയിനായിട്ട് നിങ്ങളിപ്പം ആൻഡ്രോയിഡ് ഡിവൈസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കൺട്രോൾ പാനൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെറ്റ് ഓണാക്കാനും അതുപോലെ ബ്ലൂടൂത്ത് ഓഫ് ചെയ്യാനുള്ള പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു സമയത്ത് ഐഫോണിൽ നമുക്കത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം ഫോൺ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയാലും
ഈ ഒരു എയർപ്ലെയിൻ മോഡിലാക്കാൻ അതുപോലെ നെറ്റ് ഓഫ് ചെയ്യാനുള്ള പരിപാടിയൊന്നും നടക്കില്ല. ഓക്കെ, അപ്പം അങ്ങനെ നമുക്ക് ലോക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഡിവൈസിലേക്ക് PC എന്നുള്ള കണക്ഷൻസ്, അതായത് നമ്മുടെ ആ ഒരു ഐഫോൺസൊക്കെ നമുക്ക് നമ്മുടെ സിസ്റ്റം യൂസ് ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. iTunesഉം അതുപോലെ അതിനുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് റിവോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതും നമുക്ക് ഈ ഒരു ലോക്ക് സ്ക്രീൻ വഴി ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫീച്ചർ വരുന്നത് ടച്ച് ID അല്ലെങ്കിൽ ഫേസ് ID ആൻഡ് പാസ്കോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ്. ആ ഓപ്ഷനിലേക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ അക്സസറീസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ലോ സ്ക്രീനിലാണെങ്കിൽ നിങ്ങൾ USB കണക്ട് ചെയ്ത് കമ്പ്യൂട്ടർ കൊടുത്താലും ഒരു ഡാറ്റ ട്രാൻസ്ഫറിങ്ങോ കാര്യങ്ങളൊന്നും നടക്കില്ല. ഫുള്ളി സെക്യൂർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു മെയിൻ നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ഫീച്ചറാണ് അവസാനത്തെ, അതുപോലെ 4ാമത്തെ ഫീച്ചർ. ഇതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, ഇനി പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ലെങ്ത് ആവും. അപ്പോൾ എന്തായാലും ഈ ഒരു ഫീച്ചറാണ് ഈ ഒരു 4 ഫീച്ചറിൽ ഏറ്റവും അടിപൊളി എന്ന് പറയാം. അതായത് ഈ ഐഫോൺസിൻ്റെ ഒക്കെ ഏറ്റവും ബേസ്, അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം അതിൻ്റെ ആപ്പിൾ ID എന്ന് പറയുന്ന സംഭവമാണ്. ഈ ഒരു ആപ്പിൾ IDയിലാണ് എല്ലാ വക പരിപാടിയും നടക്കുന്നത്. അതാണ് ആ ഒരു ഇക്കോസിസ്റ്റം തന്നെ ബിൽഡ് ചെയ്യുന്നത്. അപ്പം ആപ്പിൾ ID കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ആപ്പിൾ ID നമുക്ക് തൊടാതിരിക്കാനും അതുപോലെ തന്നെ അതിനെ സെക്യൂർ ചെയ്യാനുള്ള ഓപ്ഷൻസും നമുക്ക് ഈ ഒരു ഐഫോൺസിൽ വരുന്നുണ്ട്. അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഐഫോൺസിൽ പോയിട്ട് സെറ്റിംഗ്സ് എടുക്കാതെ അതിൻ്റെ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് കണ്ടന്റ് ആൻഡ് പ്രൈവസി സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. അത് നമുക്ക് അലോ ചെയ്യാൻ അല്ലെങ്കിൽ ഡോണ്ട് അലോ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനകത്ത് നമുക്ക് ഇവിടെ പാസ്കോഡ് ചേഞ്ചസും അതുപോലെ തന്നെ അക്കൗണ്ട് ചേഞ്ചസും നമുക്ക് കാണാൻ പറ്റും. അത് രണ്ടും നിങ്ങൾ ഡോണ്ട് അലോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പാസ്കോഡ് അതുപോലെ തന്നെ ആപ്പിൾ ID എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ തൊടാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഫോൺ സെക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഐഫോൺ ഇത്ര സെക്യൂർ ആവാൻ പറയാനുള്ള കാരണം. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് വൈറസിൻ്റെ ആ ഒരു പരിപാടികളൊന്നും കുറേ അധികമൊന്നുമില്ല. മെയിനായിട്ടും ഇതിൻ്റെ പ്രശ്നം വരുന്നത് ആപ്പിൾ കൊടുക്കുന്ന ആ ഒരു അപ്ഡേറ്റിലുള്ള ബഗ്സാണ്. അതാണ് ഇത്തിരി വിഷയമാക്കുന്നത്. കുറേ പേർക്ക്, അതുപോലെ എനിക്ക് തന്നെ കുറേ പ്രശ്നങ്ങൾ ബഗ്ഗിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്ഡേറ്റ് വന്നപ്പോൾ അതെല്ലാം ഫിക്സായി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഇത്രയും ഫീച്ചേഴ്സൊന്നും നമുക്ക് ആൻഡ്രോയിഡ് ഡിവൈസസിലൊന്നും കാണാൻ പറ്റില്ല. ഇനിയിപ്പോൾ വരും ആൻഡ്രോയിഡ് ഡിവൈസസിലൊക്കെ ഇങ്ങനത്തെ അടിപൊളി ഫീച്ചേഴ്സ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഐഫോൺ സെക്യൂർ ആണ് ഓൾറെഡി. പക്ഷേ ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൻഡ്രോയിഡാണ് ബെസ്റ്റ്. നമുക്ക് ആൻഡ്രോയിഡിൽ ഒരു ഓപ്പൺ വേൾഡ് ഗെയിം കളിക്കുന്ന പോലെയാണ്. നമുക്ക് ഏത് തരത്തിലും അത് കസ്റ്റമൈസ് ചെയ്യാം. അതുപോലെ എന്തും നമുക്ക് ആ ഒരു ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ പറ്റും. ആ ഒരു സെറ്റപ്പ് നമുക്ക് ഐഫോൺസിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഐഫോൺസ് മെയിനായിട്ട് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളത് കസ്റ്റമൈസേഷൻ ഒന്നും അധികം താല്പര്യം ഇല്ലാത്തവർക്കായിരിക്കും ഐഫോൺ എപ്പോഴും സൂട്ട് ആവുന്നത്. അപ്പോൾ അതായത് ഫുൾ കസ്റ്റമൈസേഷൻ അതുപോലെ എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റണം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾക്ക് എന്തായാലും ഒരു ആൻഡ്രോയിഡ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ. പിന്നെ ഐഫോൺസ് എടുത്താനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, യൂസർ എക്സ്പീരിയൻസ് ആണ്. അവിടെയും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ അവരുടെ ആ ഒരു പെർഫോമൻസും അതുപോലെ തന്നെ ആ ഒരു വീഡിയോയും വേറെ ലെവലാണ്. ഓക്കെ, അതിപ്പം ഏത് ആൻഡ്രോയിഡ് ഡിവൈസ് എത്ര വലിയ സ്പെക്ക് ആണെങ്കിലും അത് അത്രയേ ഉള്ളൂ. ഓക്കെ, അത് ആപ്പിളിൻ്റെ തട്ട് താഴ്ന്നു തന്നിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതിന് കോമ്പറ്റീഷനായിട്ട് കുറേ ഡിവൈസസ് ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങളിൽ ഐഫോൺസ് തന്നെയാണ് മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത്രയുള്ള ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ഐഫോൺസ് എങ്ങനെയാണ് ഇത്രയും സെക്യൂർ ആയിട്ടുള്ളത്, അതുപോലെ തന്നെ സെക്യൂർ ആക്കാനുള്ള ഫീച്ചേഴ്സ് ആപ്പിൾ കൊടുത്തിട്ടുള്ളതൊക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു ടെക് വീഡിയോ ആയിരിക്കാം.